യോ മച്ചാമാരെ എന്തൊക്കെയുണ്ട്, സുഖമാണോ? എന്താണ് പരിപാടി മച്ചമാരെ? ഇന്നത്തെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ പോവാം. എന്താണെന്ന് ആലോചിക്കേണ്ടാവല്ലേ? ഞാൻ എൻ്റെ ലൈറ്റ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ പോവാണ്. എനിക്ക് ഓൾറെഡി ഒരു സിംബക്സിൻ്റെ 400 ഒരു LED ലൈറ്റ് ഉണ്ട്. പക്ഷെ അത് പോരാ. നമ്മൾ റൂമിലൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ നേരെ നോക്കി ക്യാമറയോട് സംസാരിക്കുമ്പോൾ, റൂമിൽ നിന്ന് സംസാരിക്കുമ്പോൾ 2 ലൈറ്റ് വേണം. ഒന്ന് കീ ലൈറ്റും വേണം, ഫിൽ ലൈറ്റും വേണം. ഇപ്പോൾ ഓൾറെഡി എനിക്കിപ്പോൾ ഒരു ലൈറ്റേ ഉള്ളൂ. ഇപ്പോൾ വേറൊരു ലൈറ്റും കൂടി ഇന്ന് വാങ്ങിക്കാനാണ് ഇന്ന് പോകുന്നത്. അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഫോണിൻ്റെ ഏതാ യൂസ് ചെയ്യുന്നത്, എത്ര ഡെസിബിൾ വോളിയം കയറ്റിടണം, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ ഡെസിബിൾ എത്ര താഴ്ത്തിയിടണം, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ സാധനം മറന്നു പോകുന്നു. എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ അതിൻ്റെ വിഷ്വൽസ് ഒന്നും വെക്കാറില്ല. അത് അപ്പോൾ അത് ഡിലീറ്റ് ചെയ്യും. അപ്പോൾ ആ സാധനങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ വേണ്ടി ചെറിയൊരു വൈറ്റ് ബോർഡും കൂടി വാങ്ങിക്കണം. അതുപോലെ തന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ദാഹിക്കുമ്പോൾ നമ്മൾ കഫേയിലൊക്കെ വിസിറ്റ് ചെയ്യുന്നതായിരിക്കും, പോണ വഴിക്കുള്ള കഫേയിലൊക്കെ വിസിറ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനത്തെ അതുപോലത്തെ ഒരു കിടിലം വീഡിയോ ആണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. മച്ചന്മാർ കരലിപ്പോൾ മഴ പെയ്തുകൊണ്ട് നിൽക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ട്, പക്ഷേ ക്യാമറയിലൂടെ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ മഴ മാറിയതിന് ശേഷം നമ്മൾ നൈസായിട്ട് എറണാകുളത്തേക്ക് പോകുന്നതായിരിക്കും. ലൈറ്റ് പർച്ചേസ് ചെയ്യാൻ പോകുന്നതായിരിക്കും. ലൈറ്റ് പർച്ചേസ് ചെയ്യാൻ കുറച്ച് കടകൾ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. എറണാകുളത്ത് തന്നെയാണ്. ഒരെണ്ണം വൈറ്റ് ലൈലും ഉണ്ട്. അവിടെ പോകണം. സംഭവം എങ്ങനെയാണെന്ന് നോക്കണം. ഇന്നൊന്ന് പർച്ചേസ് ചെയ്യണം. ബിക്കോസ് നാളത്തേക്ക് വെക്കാൻ പറ്റത്തില്ല. ബിക്കോസ് ലൈറ്റ് മാൻഡേറ്ററിയാണ്. അപ്പോൾ മഴ മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. മഴ മാറിയാൽ മതിയായിരുന്നു പെട്ടെന്ന്. ബിക്കോസ് ഇപ്പോഴത്തെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11:30 ആയി. ഇറ്റ്സ് ഗോയിങ് ടു ബി 12. ഞാനൊരു 10 മണിയാകുമ്പോൾ ഇറങ്ങാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ സമയം ഇത്രയായി. അപ്പോൾ ഇന്ന് കണ്ടിട്ട് ഇത് പെട്ടെന്നൊന്നും തീരുന്നു തോന്നണല്ലോ. അപ്പോൾ ഞാൻ വീട്ടിൽ പുതിയതായിട്ട് ഒരു കിളിക്കൂട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ കിളിക്കൂട് കാണിച്ചു തരാം കേട്ടോ. ഇത് മൊത്തം അമ്മേൻ്റെ കലാപരിപാടികളാണ്. കണ്ടോ, ഇതിനകത്ത് ഇപ്പോൾ 5 കിളികളുണ്ട് കേട്ടോ. കണ്ടോ, മുകളിൽ ഇങ്ങനെ ഇരിക്കുന്ന സ്ഥലമുണ്ട്, താഴത്തും അങ്ങനെ ഒരു ഇരിക്കുന്ന സ്ഥലം ഉണ്ടാക്കിയിട്ടുണ്ട്. 3 കൂടുണ്ട്. കണ്ടോ, ഇത് 3 എണ്ണം മുകളിലിരിക്കുന്നു, ഒരെണ്ണം കൂടിൻ്റെ മുകളിലിരിക്കുന്നു. അവിടെ ടോട്ടൽ 5 എണ്ണം ഉണ്ട് കേട്ടോ. ലൈറ്റ് വാങ്ങിക്കാൻ ഞാൻ 2 ഷോപ്പാണ് ഞാൻ സെർച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒന്ന് ഫിൽ ക്യാപ്പ്, അത് MG റോഡിൻ്റെ അടുത്താണ്. പിന്നെയുള്ളത് പൈനിയേഴ്സ് ക്യാമറ, വൈറ്റ് ലേക്ക് അടുത്താണ്. അതല്ലാണ്ട് തന്നെ വി ട്രേഡേഴ്സ് ഉണ്ട്, ടോക്കിയോ ഷോപ്പ് ഉണ്ട്. പക്ഷേ എനിക്ക് വേണ്ട ലൈറ്റ് ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ ഈ 2 കടയാണ് ഉള്ളതെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണോ? അപ്പോൾ നോക്കിക്കോ, മഴയുടെ വില്ലത്തരങ്ങളൊക്കെ ആയിട്ട് വന്ന് നിൽക്കുന്നുണ്ടാവും. അതുപോലെ തന്നെയാണ് ഇന്നത്തെ അവസ്ഥ. നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഹെവി റെയിൻ അല്ലാത്തത് ഭാഗ്യം, അല്ലെങ്കിൽ ഫുൾ ബ്ലറായിന് ഈ വീഡിയോ. ചേച്ചി, സിംബക്സിൻ്റെ SL30 എന്ന് പറഞ്ഞ ലൈറ്റ് ഉണ്ടോ? 30 ഇല്ല, നമുക്ക് സിംബക്സിൻ്റെ LED 400 ലൈറ്റ് ആണുള്ളത് ഈ മോഡൽ. ചേച്ചി, ഇതെനിക്ക് ഓൾറെഡി ഉണ്ട്. എനിക്ക് ഇപ്പോൾ അല്ലാണ്ട് ഈ സംഭവം റൗണ്ട് ആയിട്ടുള്ളതുണ്ടോ? ഈ റൗണ്ട് ആയിട്ടുള്ളത് ഹാരിസന്റെ ലൈറ്റ് ആണ്. ഇത് മാർക്ക് 3 എന്ന് പറയും. ഇത് വാം വൈറ്റ് സെപ്പറേറ്റ് ആണ്. ചേച്ചി ഇതൊന്ന് ഓൺ ചെയ്തൊന്ന് കാണിക്കാൻ പറ്റും? ഓ, ഇത് എത്ര റേറ്റ്? ഇത് വരുന്നത് 3000. ഇത് വാം ഉണ്ട്, ഇതുപോലെ തന്നെ വൈറ്റ് ഉണ്ട്. ഇതിനേക്കാൾ കുറച്ചും ബ്രൈറ്റ്നസ് കൂടിയിട്ടുള്ള എന്തെങ്കിലും വീഡിയോ ലൈറ്റ് വേറെ എന്തെങ്കിലും? ബിക്കോസ് എനിക്ക് റൂം ലൈറ്റ് അപ്പ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ. ഓക്കെ, അതാണ് ഇത് ഹാരിസന്റെ ഈ മോഡൽ. ഇത് 4 CFL ലൈറ്റ് ആണ്. ഈ മോഡലാണ്. ഇത് നമുക്ക് 4 ബൾബിന്റെ ആണ് ഇത് വരുന്നത്. ഓക്കെ. ഇതിൻ്റെ കൂടെ സോഫ്റ്റ് ബോക്സും അവൈലബിൾ ആണല്ലേ? ഓക്കെ. ഓരോ ബൾബിനും ഓരോ സ്വിച്ച്. 4 ബൾബ് കത്തിയിട്ടുണ്ട്. അത് ഓരോന്നും ഓഫ് ചെയ്യാം. ഒരു റൂമൊക്കെ ലൈറ്റ് അപ്പ് ചെയ്യാൻ ഇത് മതിയാവുമല്ലേ? അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ. എന്നുവെച്ചാൽ ബൾബ് അഡ്ജസ്റ്റ് ചെയ്യാൻ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ. 4 ബൾബാണ്. ഓക്കെ.
CFL ലാമ്പിന്റെ ബൾബ് യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. CFL അത് മാർക്കറ്റിൽ അവൈലബിൾ അല്ലേ? നമ്മുടെ ഇലക്ട്രിക്കൽ ഷോപ്പിലേക്ക്. ഓക്കെ ഓക്കെ. എന്നാൽ ചേച്ചി ഇത് പാക്ക് ചെയ്തോ. ഓക്കെ. ഇത് എടുത്തോ. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വീട്ട് റൈഡേഴ്സിന് തൊട്ടടുത്തുള്ള ഫിൽ ക്യാപ്പ് എന്ന് പറഞ്ഞ കടയിലാണ്. ഞാൻ ഈ കടയിലാണ് ഹാരിസൻ്റെ ലൈറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എൻ്റെ ലൈറ്റ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യേണ്ടത്. ഇതാണ് നമ്മൾ അടുത്തായിട്ട് എടുക്കാൻ പോകുന്ന ലൈറ്റ്. ഹാരിസൺ എന്നാണ് കമ്പനിയുടെ പേര്. ഇതിൻ്റെ കൂടെ ഒരു സ്റ്റാൻഡ് അവൈലബിൾ ആണ്. ഈ സോഫ്റ്റ് ബോക്സും ഈ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ലൈറ്റ് മാത്രം അവൈലബിൾ അല്ല, അത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കണം. ഇതിൻ്റെ ബാക്ക് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. 4 സ്വിച്ച് ഉണ്ട്. ഓരോ ലൈറ്റിനും ഓരോ സ്വിച്ച്. പിന്നെ ബാറ്ററി വെച്ച് പവർ ആവുന്ന ലൈറ്റല്ല, ഇത് പക്ക പ്രൊഫഷണൽ സാധനമാണ്. ഈ ലൈറ്റിന് മാത്രമേ ഈ സംവിധാനമുള്ളൂ, വേറെ ലൈറ്റ് ഒന്നും ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ. സെറ്റായിട്ട് ഈ ലൈറ്റേ ഉള്ളൂ. ഓൾറെഡി എനിക്ക് ആ ലൈറ്റ് ഉണ്ട്. അപ്പോൾ അതിനെക്കാട്ടും നെക്സ്റ്റ് സ്റ്റെപ്പ് ഒരു ലൈറ്റ് വേണമെന്നുണ്ടായിരുന്നു. ഇപ്പൊ ഇന്ന് വന്ന ലൈറ്റാ, 3 പോയി. ഓക്കെ ഓക്കെ. ഇതിൻ്റെ കൂടെ ഈ സ്റ്റാൻഡാണ്. ഇതിൻ്റെ കൂടെ എനിക്ക് ബാഗ് വേണം. ബാഗ് ഉണ്ടോ? ഇത് കൊണ്ട് എനിക്ക് ഷോൾഡറിലിടാൻ. ഇതിന്റെ കൂടെ ബാഗ് ഉണ്ടാവില്ല, പിന്നെ വേണം സെപ്പറേറ്റ് എടുക്കാം. സെപ്പറേറ്റ് നമുക്ക് ക്യാരി ബാഗ് എലിക്രോമിന്റെ FRX ഉണ്ട്. ഒക്ട ബാഗ് ഉണ്ടാവില്ലേ? ഒക്ട ബാഗ് ഒന്ന് എടുത്ത്. ഇതിൻ്റെ കവറാണല്ലേ? ഒരു സ്റ്റാൻഡ് കൂടി ഇരിക്കും. ഒരു സ്റ്റാൻഡ് കൂടി കയറ്റാൻ പറ്റുമല്ലേ? അതായത് ഇത് 2 സ്റ്റാൻഡിന്റെ ബാഗാണ്. ആണോ? എനിക്ക് ആ സ്റ്റാൻഡ് കൂടി ഒന്ന് വെച്ചൊന്ന് കാണിക്കുമോ? കാണിച്ചു തരാം. ഇത് അങ്ങനത്തെ സ്റ്റാൻഡാണ് എൻ്റെ ഇരിക്കുന്നത്. അതിന്റെ ബാഗാണ്. ഓ, ഇങ്ങനത്തെ 2 സ്റ്റാൻഡ് വരുന്ന ബാഗാണ്. ഓക്കെ ഓക്കെ ഓക്കെ. മതി, അത് കൊടുത്തോ. അല്ല, അതിനെത്രയാ? രണ്ട്. ബാഗ് വിത്ത് ലൈറ്റ്. പക്ഷേ നമ്മളങ്ങനെ ഒരു ബാഗും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ബിക്കോസ് എൻ്റെ കയ്യിൽ ഇനിയും എൻ്റെ വീട്ടിൽ ലൈറ്റിൻ്റെ സ്റ്റാൻഡ് വേറെ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുവന്ന ഒരു ബാഗ് എനിക്കില്ല. അപ്പോൾ ഞാനൊരു ബാഗ് കൂടി പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റേറ്റ് 390 ആണ്. ലൈറ്റിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3550 ആണ്. മച്ചന്മാർ അങ്ങനെ ലൈറ്റൊക്കെ വാങ്ങിച്ച് ഇത് വീട്ടിൽ പോയി ലൈറ്റ് ഓൺ ചെയ്ത് ഷൂട്ട് ചെയ്യുക. വൺ എക്സൈറ്റ്മെൻറ്റായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. പിന്നെ സ്റ്റാഫിനെ കുറിച്ച് പ്രത്യേകം പറയാനുള്ളതുണ്ട്. ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ഇപ്പോൾ എനിക്ക് സാധനങ്ങൾ എൻ്റെ സ്കൂട്ടറിൽ വെക്കാൻ പോകുന്ന സഹായിച്ചു. ചേട്ടൻ ഒരു കുതിരപ്പോനെ ഇരിക്കട്ടെ, ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ഞാൻ ഇന്ന് ഫുൾ ഓട്ടമാകുമെന്ന് വിചാരിച്ചേ, പക്ഷെ എന്തോ ഭാഗ്യം പെട്ടെന്ന് തന്നെ നല്ലൊരു ലൈറ്റ് വാങ്ങിക്കാൻ പറ്റി. ഇനി അപ്പോൾ എൻ്റെ റൂമിൽ വെച്ച് എനിക്കിനി വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഈ ക്വാറന്റൈനൊക്കെ ഉള്ള സമയത്ത് എല്ലാവരും വീടിൻ്റെ അകത്തായിരുന്നു, ഞാനും വീടിൻ്റെ അകത്തായിരുന്നു. ഞാൻ വീടിൻ്റെ അകത്ത് വെറുതെ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് എനിക്ക് ഈ ലൈറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് ആ സമയത്ത് നല്ല നല്ല കിടലും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇറക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ പോയ ബുദ്ധിയെക്കുറിച്ച് പറഞ്ഞിട്ട് വല്ല കാര്യമൊന്നുമില്ലല്ലോ. ഈ ലൈറ്റ് നമുക്ക് കീ ലൈറ്റായിട്ടും ഫിൽ ലൈറ്റായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞത്. മഴ മാറും എന്ന് നോക്കി നിന്ന് അവസാനം ഉച്ച കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ലഞ്ച് കഴിക്കാനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ഓവൻ കഫേയുടെ സെക്കൻഡ് ഔട്ട്ലെറ്റ് നമ്മുടെ സ്വന്തം ദർബാറിൻ്റെ അടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അവിടെ പോയി ഫുഡ് കഴിക്കാനാണ് ഞാൻ പോകുന്നത്. അനിയത്തി ഒരു കേക്ക് വാങ്ങിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. വെറും കേക്കൊന്നും അല്ല കേട്ടോ, റെയിൻബോ കേക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് അവിടെ പോയി നോക്കാൻ എന്താണ് അവസ്ഥ എന്ന്. അനിയത്തി പറഞ്ഞ കേക്കൊന്നും ഇവിടെ കാണുന്നൊന്നുമില്ല. ഞാനപ്പോൾ അവൾക്കൊരു പാസ്ത കേക്കാണ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാനൊരു പാസ്തയും കോൾഡ് കോഫിയും ഓർഡർ ചെയ്തിട്ടുണ്ട്.
ഇനി എൻ്റെ നെക്സ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് ബോർഡ് വാങ്ങിക്കണം. വൈറ്റ് ബോർഡ് ഞങ്ങൾക്ക് ഇന്നലെ ഓൾറെഡി പോയൊരു കടയിൽ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ നേരെ നമ്മൾ അടുത്ത സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഹൈസ്കൂളിൽ പോവുക, വൈറ്റ് ബോർഡ് വാങ്ങിക്കുക. എടാ ഈ വൈറ്റ് ബോർഡിന് എത്രയാ? അത് 390. തൂക്കിടാൻ പറ്റുന്നല്ലേ? ഇത് വരണം. മാർക്കർ വേണോ? മാർക്കർ വേണ്ട. മാർക്കർ ഉണ്ട്. അതിന് എത്ര റേറ്റ്? അതിന് ഇതാ ആ ഇത് 350. അത് മതി. അതിനൊരു ഒതുക്കമുണ്ട്. സൈഡിലും തൂക്കിടല്ലേ? ഇത് മതി. പിന്നെ വേറെ എന്താണ്? മാത്രം മതി. സാനിറ്റൈസർ വേണോ? ഓ ഉണ്ട്. അതുകൊണ്ട് തട്ടിത്തിറഞ്ഞ് നടക്കാൻ പറ്റാത്ത അവസ്ഥ. 25 രൂപയുടെ ഉണ്ട്. ഞാൻ എടുത്തു തരാം. അവിടെ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തേ. ആ ഞാൻ എടുത്തു തരാം. 350. ഓക്കെ. മാർക്കർ ഇരിപ്പുണ്ടെന്നല്ല പറഞ്ഞ. മച്ചന്മാരെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞു. ഇപ്പോൾ വീട്ടിൽ വന്ന് കയറിയുള്ളൂ. വൺ ടയേർഡായിരുന്നു കേട്ടോ. രാവിലെ ഫുൾ മഴേനെ വെയിറ്റ് ചെയ്ത് നിന്ന് ഉച്ച കഴിഞ്ഞു ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ. പക്ഷേ കാര്യങ്ങളൊക്കെ നടന്ന് ലൈറ്റ് വാങ്ങിച്ച് ബോർഡ് വാങ്ങിച്ച്. ലൈറ്റ് എനിക്ക് ഒരു 101% ഹാപ്പി ആയിട്ടാണ്. ബിക്കോസ് കറക്റ്റ് സാധനം എനിക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റി. അതൊന്നും വലിയൊരു കാര്യമാണ്. ലൈറ്റിൻ്റെ കേസിൽ അങ്ങനെയാണ്. ലൈറ്റ് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് അത് കേട്ടാൽ ലൈറ്റ് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് പറയുമ്പോൾ മനസ്സിലാവും. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ റെസ്റ്റോറൻറ്റിനെ കുറിച്ച്. റെസ്റ്റോറൻറ്റ് അല്ല, കഫേ തകർത്ത്. ഓവൻ്റെ പുതിയ ഷോപ്പാണ് നമ്മുടെ എറണാകുളത്തപ്പം ഗ്രൗണ്ടിന് തൊട്ടടുത്ത്. ഫുഡ് ഹെവി. ശരിക്കും ലിറ്ററലി ഞാൻ പാസ്ത ബാക്കി വെച്ചു. ബിക്കോസ് ഇറ്റ് വാസ് ദാറ്റ് മച്ച് ഹെവി. ആംബിയൻസ് സൂപ്പർ. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇറ്റ്സ് ബിറ്റ് എക്സ്പെൻസീവ്. ഒരു കൊക്കോട്രീൻ്റെ ലെവൽ മെനു ആണ് അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. മെനു ഒക്കെ കിട്ടില്ലാണ്, പക്ഷേ ഇറ്റ്സ് ബിറ്റ് എക്സ്പെൻസീവ്. അതാണ് എനിക്ക് കഫേനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ മച്ചന്മാരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ടു സപ്പോർട്ട് മീ. ഇതുപോലത്തെ വീഡിയോസ് ഞാൻ ഇനിയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ടാറ്റ. ഫുൾ ടയേർഡായിട്ടാ. അടുത്ത വീഡിയോ ഉടൻ ചെയ്യുമ്പോൾ നമുക്ക് കാണാം.